ഞാൻ ഈ ഫാഷനിലോട്ട് വന്നപ്പോഴാണ് ഈ എഡിറ്റിംഗ് സത്യം പറഞ്ഞ കണക്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫോട്ടോസ് എടുത്തിട്ട് പുറത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു പ്രശ്നം പിന്നെ വരുന്നത്, കാരണം ചിലതൊക്കെ നല്ല പിക്സൽ നല്ലവണ്ണം എഡിറ്റ് ചെയ്തു, പക്ഷെ ചിലത് നമ്മൾ വിചാരിച്ച സാധനം വരത്തില്ല. അതായത് ഞാനൊരു ഷൂട്ട് ചെയ്യണം, അപ്പോൾ ആ ഷൂട്ടിൽ ഇന്നൊരു ടോൺ ആയിരിക്കണം, അല്ലെ ഇങ്ങനത്തെ നമ്മളെ മൈൻഡിൽ ഓൾറെഡി കാണും നമ്മളാണ്. പക്ഷെ ആ എഡിറ്ററിന് അങ്ങനെ അറിയണമെന്നില്ലായിരിക്കും. എല്ലാവരും ഞാൻ പറയുന്നില്ല, അറിയുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സാധനം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ നോക്കിയപ്പോഴും സമയം ഉണ്ടായിരുന്നു, കാരണം കോവിഡ് ടൈം ആയപ്പോൾ ഒരു ടൈം അങ്ങനെയായിരുന്നു. ഞാൻ ചുമ്മാ ഒരു പടം എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് കെയർ ചെയ്താൽ ഒരു ഷൂട്ട്സിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പുറത്ത് കൊടുത്തായിരുന്നു. പുറത്ത് കൊടുത്തപ്പം എനിക്കിങ്ങോട്ടൊരു ഇത് കിട്ടുന്നില്ല, തൃപ്തിയാണ്. എഡിറ്റിംഗ് എല്ലാം ഞാൻ പഠിച്ചതെല്ലാം യൂട്യൂബിൽ നിന്നാണ്, ഓരോ എഡിറ്റേഴ്സിൽ നിന്നൊക്കെ. അങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ പിക്സ് ഇതേപോലെ പുറത്ത് ഇതുപോലെ കൊടുത്തായിരുന്നു, ഒരു വീഡിയോ കൊടുത്തു. പിന്നെ എനിക്ക് ഓക്കെ ആകത്തോണ്ട് ഞാനും കൂടെ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചിട്ട് ചോദിച്ചു, എടാ ഇതിലേത് പിക്സ് കൊള്ളാം, നീ തന്നെ ഒന്ന് പറയുന്ന. അങ്ങനെ ഒരു 2-3 എടുത്തിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ ഈ ഇപ്പുറത്തിരിക്കുന്ന പിക്സ് കൊള്ളാം, ഈ പിക്സ് കൊള്ളാം, ഈ പിക്സ് കൊള്ളാന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ആരാ ചെയ്തത്, ഒന്ന് എന്നെയും കൂടെ കണക്ട് ചെയ്താൽ നമുക്കും കൂടെ വാട്സാപ്പിലേക്ക് കൊടുക്കാം. ഞാൻ എടാ ഇത് ഞാനാ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു, എടാ നിനക്ക് വേറെ ജോലി ചെയ്യുന്നില്ല, നിനക്ക് സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുന്നത്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ വെഡിങ്ങിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വെഡിങ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത്, എപ്പോഴും പറ്റുന്നതല്ല. ഫാഷനൊക്കെ നമുക്ക് ഹൈ എൻഡ് റേറ്റ് വെച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പം അങ്ങനെ നോക്കി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്.